നമ്മുടെ ജാനിക്കുട്ടി അംഗനവാടിയിലാക്കിയോ സ്കൂളിലാക്കിയോ ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട്. ഇതുവരെ ആക്കിയിട്ടില്ല, പക്ഷെ അവള് വീട്ടിലിരുന്ന് മൊത്തം എഴുത്തും കുത്താണ്. ജാനിക്കാണെങ്കിൽ അംഗൻവാടിയിലായാലും സ്കൂളിലായാലും പോകാൻ നല്ല ഇഷ്ടം. ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട്. അപ്പൊ അവിടെ പോയി എനിക്കൊരു ഏതായാലും അക്കാഡമിക്സിനെക്കാളും കൂടുതലും സ്പോർട്സിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളിൽ ജാനെ ചേർക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ജാനി 3 വയസ്സായിട്ട് സ്കൂളിൽ ചേർക്കണമെന്ന് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു. അച്ഛനും മോളും വേഗം തന്നെ റെഡി ആയിട്ട് കടിപിടിയോടെ. എവിടെ പോകാനെങ്കിലും സ്ഥിരമുള്ളതാണല്ലോ ഈ പരിപാടി. സ്കൂളിൽ പോകണം, ഞാൻ സ്കൂളിൽ പോകുന്ന അന്വേഷിച്ചു വരാം. ഓക്കെ ബൈ. സ്കൂളിലൊക്കെ പോയിട്ട് ഇറങ്ങിയപ്പോഴാണ് ചേട്ടന്റെ പഴയ നൻപനെ കണ്ടുമുട്ടി. കോളേജ് കഥകൾ പറഞ്ഞ് രണ്ടുപേർക്ക് നൊസ്റ്റാൾജി അടിച്ചു. അങ്ങനെ നേരെ വിട്ട് അവര് പഠിച്ച കോളേജിലേക്ക്. തന്നെ വെച്ചൊരു ITIയിലാണ് കേട്ടോ ചേട്ടൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയ ശേഷം ആ കോളേജിൽ പിന്നെയും കയറാൻ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അവിടെയുള്ള ഓരോ മുക്കുമൂലം എനിക്ക് ഓരോ കഥകളും പറഞ്ഞു തരും. പണ്ട് പൈസ ഇല്ലാതിരിക്കുമ്പോൾ വിറക് പറക്കി കൊടുത്താണ് ക്യാൻറ്റീനിൽ ആന്റി ഫുഡ് വരുന്നത്. ജാനിയെ കണ്ടപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വന്നു. അവരുടെ കുറച്ച് നേരം സംസാരിച്ചു. ഇതാണ് കേട്ടോ ചേട്ടന്റെ ക്ലാസ് ആയിരുന്നത്. അങ്ങനെ ജാനിയുടെ അച്ഛൻ പഠിച്ച കോളേജ് കാണാൻ പോയി. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീടെത്തി. ചേട്ടന്റെ ഫ്രണ്ട് ഞങ്ങളോട് വന്നു കേട്ടോ വീട്ടില്. ജാനിക്ക് കളിക്കാൻ ആളെ കിട്ടിയ സന്തോഷത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.